നമ്മൾ റെഡിയാക്കിയ കുഴിയിൽ പയർ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയറിൻ്റെ വിത്ത് നമ്മൾ മുളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു. മുളപ്പിക്കാന്ന് വെച്ചാൽ സാധാരണ നമ്മൾ 2 ദിവസമൊക്കെ വെച്ചാൽ മുളച്ച് വരും. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ദിവസം ഫുള്ളായിട്ടില്ല, അത്ര വെച്ചിട്ടുള്ളൂ, വെള്ളത്തിൽ കുതിർത്തി വെച്ചു. കാരണം നമ്മൾ ലീവുള്ള ദിവസത്തിനനുസരിച്ചാണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നത്, അറിയാലോ. നമ്മളിങ്ങനെ ആ വിത്ത് നല്ല കുതിർത്തിയിരുന്നു. അപ്പോൾ ഏകദേശം ഇങ്ങനെ മുളക്കാനുള്ളതായിട്ട് ചിലത് ചെറിയ വേരൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കുഴിയിൽ ഇങ്ങനെ പയർ നടാനുള്ള വിത്ത് നടാനുള്ള കുഴി ഇങ്ങനെ കുഴിക്കട്ടോ. ജസ്റ്റ് വിരലിട്ട് ഓട്ടിയാക്കിയാലും മതി. നമ്മളെ കറക്റ്റ് ഒരു അളവ് ഇട്ടേക്കോട്ടെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊരു കമ്പ് വെച്ചിട്ട് ഇങ്ങനെ കുഴിച്ചിട്ട് അതിൽ വിത്ത് ഇടാന്ന് വെച്ചു. അങ്ങനെ കുഴിയിൽ വിത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ മണ്ണിട്ട് മൂടുകയാണ്. ഈ പയറിൻ്റെ വിത്തൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് താഴ്ചയിൽ വെക്കരുത്, ഒരുപാട് മേലെയും വെക്കരുത്, ഒരു മിഡിലായിട്ട് വെക്കണം കേട്ടോ. അങ്ങനെ എല്ലാ തടത്തിലും ആ വിത്ത് കുഴിച്ച് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഓല വെട്ടിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ മൂടി വെക്കട്ടെ. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നനക്കുമ്പോൾ തെറിച്ച് പോകാതിരിക്കാനും നല്ലതാണ്. അതുപോലെ നമ്മൾ ഈ കോഴികളുടെ പ്രശ്നമുണ്ട് ഇവിടെ, അപ്പോൾ കോഴികൾ വന്ന് ചിക്കാതിരിക്കാനും നല്ലതാണ്. പിന്നെ നമ്മളിതിൻ്റെ മേലെ ഇങ്ങനെ നനക്കുമ്പോൾ എന്ന് വെച്ചാൽ വെള്ളം തട്ടിയിട്ട് നമ്മൾ കൂടുതൽ ആഴത്തിലല്ലല്ലോ ആ വിത്ത് വെച്ചിട്ടുള്ളത്, അപ്പോൾ അത് തെറിച്ച് പോകാനും അല്ലെങ്കിൽ അത് തിരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് താഴേക്ക് മുളച്ച് പോകുന്ന അവസ്ഥയിലൊക്കെ വരും. അപ്പോൾ അതിലും നല്ലത് നമുക്ക് ഇങ്ങനെ മൂടി വെച്ചാൽ എല്ലാത്തിനും ഒരു സേഫ് ആണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ നമ്മൾ പയർ കുഴിച്ചിട്ട് ഇനിയിപ്പോൾ അത് വളരുന്നതിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്ക്. നമ്മുടെ പുതിയ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.